ഇപ്പൊ ഈ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ സിനിമയിൽ ഉണ്ടാവുന്ന ഇഷ്യൂസും എല്ലാം ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോഴും മെയിൻ സ്ട്രീം ആയ ഒരുപാട് പേരെ ബന്ധിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാറ്. ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ അപ്കമിങ് ആയ ആൾക്കാർക്ക് അവരെ പറ്റിയിട്ടൊന്നും ഡിസ്കഷനോ അല്ലെങ്കിൽ അവർക്ക് തുറന്നു പറയാനുള്ള ഒരു പേടിയോ ഇനിയിപ്പോ സിനിമ ഇൻഡസ്ട്രിന്ന് പോവോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവമോ അല്ലെങ്കിൽ നമുക്കങ്ങനെ നഷ്ടപ്പെടാനില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടാനില്ല. നമ്മളങ്ങനെ ഒരു എനിക്കിപ്പോ അങ്ങനെ പറയാൻ പാകത്തിന് ഇപ്പൊ ഒരു ഡയറക്ടർ ചാൻസ് തന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ പറയാൻ പറ്റിയൊരു ഡയറക്ടർമാരങ്ങനെ ചാൻസ് തന്നൊന്നുമില്ല. ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളൊരു സിനിമ ഉണ്ടാക്കി കൊണ്ടുവന്ന് രണ്ടാമതും നമ്മളൊരു സിനിമ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മൾ സിനിമ ചെയ്ത് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകളാണ്. അല്ലാണ്ട് എനിക്കിപ്പോ നമ്മൾക്ക് ഒരാളെ പേടിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയണ്ടെന്നോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞ ഇപ്പൊ വേറെ കാര്യം പറയാം. ഈ ആക്ഷൻ ഹീറോ ബിജു സിനിമ കുറച്ച് മുമ്പ് അഭിലാഷേട്ടൻ പറഞ്ഞില്ലേ, അതിനകത്ത് എനിക്ക് റോൾ ഉണ്ടായിരുന്ന ആളാ. എന്നെ ഇതിന്റെ ഒരു അസോസിയേറ്റ് ഒരു പോലീസുകാരനായിരുന്നു, അലുവയിലെ ഉള്ള അസോസിയേറ്റ്. എനിക്ക് നല്ല കട്ട മീശയൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ടാണ് ഞാൻ ചെന്നത്. എന്നിട്ട് ആലപ്പുഴയിൽ അവിടെ ചെന്നിട്ട് മീശയൊക്കെ പഠിപ്പിച്ച് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇരുത്തി വൈകുന്നേരം വരെ 5 മണിയായിട്ടും ആ ക്യാരക്ടർ ഒന്നുമില്ല. പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെ എന്തോ ഒരു അറ്റൻഡർ സീൻ എന്തോ ആണ്. പോയിരുന്ന് ഞാൻ വൈകുന്നേരം ആയപ്പോൾ 5-6 മണിയായപ്പോൾ കരഞ്ഞിറങ്ങി പോകുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഈ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, സാറേ എന്തിനാ എൻ്റെ മീശയെങ്കിലും വെറുതെ എൻ്റെ മീശയെങ്കിലും അവിടെ വെക്കായിരുന്നു സാറിന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടാ സാറിൻ്റെ അടുത്ത്. ഒരു പോലീസുകാരനായിരുന്നു ആക്ഷൻ ഹീറോ ബിജു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇതുപോലെ അനുഭവങ്ങൾ കുറേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടപ്പനയിലെ ഹൃതിക് റോള്, അതിനകത്ത് ഈ പറഞ്ഞ പോലെ ധർമ്മജൻ ബോൾഗാട്ടിയും വിഷ്ണു ഉണ്ണികൃഷ്ണനും വന്ന് പറയുന്നുണ്ട്, ഏത് കല്യാണ വീട്ടിൽ ചെന്നാലും കുറച്ച് പേരെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കാണാം. അതിനകത്ത് ഒരാൾ ഞാനാണ്. നമ്മളൊരിക്കലും ആ സീനിലൊന്നും വരുമെന്നല്ല, പക്ഷെ ആ പടം വൈഡ് ആയതുകൊണ്ട് എപ്പോഴാ പടം കണ്ടാലും അത് പ്രേമാന്ന് പറയാൻ, അത് ഒരാൾ പ്രേമാട്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ, അതായത് അങ്ങനത്തെ ചെറിയ റോളുകൾക്ക് വേണ്ടി കുറേ നാൾ നടന്നതാ. പക്ഷെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളോ സാമ്പത്തികമായിട്ടുള്ള മെച്ചങ്ങളോ ഒന്നും, അല്ലെങ്കിൽ നമുക്കിപ്പോ പോകുന്ന ദിവസം അല്ലെങ്കിൽ അതിന് പേയ്മെന്റ് പോലും നമുക്ക് കിട്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അപ്പൊ തന്നെ മറുപടി കൊടുക്കും. നമ്മൾക്ക് ആരുടെയും ഇതായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നമുക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ, എൻ്റെ ഫിഗറിന് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർ തരട്ടെ. അല്ലാതെ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ പലരും സ്ത്രീകൾക്ക് നേരിടുന്ന ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. റോൾസിന് കിട്ടാനും എത്തത്തിനും ഓരോ സിറ്റുവേഷൻ ഇങ്ങനെ വരാറുണ്ടെന്നൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? അതില്ലേ മാഡം, അതിപ്പോ ഞാൻ പറയട്ടെ, സിനിമേനെക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു പുറത്തുള്ള ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് എത്ര പേരെ ഞാൻ കൂടുതലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ പിന്നെ ഇത് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാ ഇതിലും ഉണ്ട് ഇങ്ങനെ ഇതുണ്ട്. പിന്നെ നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മൾ ആരുടെയും മുഖത്ത് നോക്കി പറയും. അത് ചിലപ്പോൾ അവർ നമ്മുടെ ശത്രു ആവും. അത് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്യാരക്ടർ എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താണ് എൻ്റെ ഈ ക്യാരക്ടറിനനുസരിച്ചിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. പറയാനുള്ള കാര്യം ഞാൻ പറയും. കാരണം അവർ ചിലവിന് വന്നിട്ടുമല്ല നമ്മളിവിടെ താമസിക്കുന്നത്, മനസ്സിലായോ? നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്തിട്ട് പിന്നെ എന്നെ സഹായിക്കുന്നവരാണ് എനിക്ക് വേണ്ടപ്പെട്ടവർ. അല്ല നമ്മൾ കുറ്റം പറയാനും നമ്മളെ താഴ്ത്തിക്കെട്ടാനും അല്ല നമ്മളെ സിനിമയിൽ നിന്ന് തന്നെ ഔട്ടാക്കാനുമായിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് പേര് നമ്മളോട് അസൂയുള്ള ആൾക്കാരും ഉണ്ട്. അവർ കയറി വരുന്നതിന് നമ്മളെക്കുറിച്ച് കുറ്റം, ചിലപ്പോൾ നമ്മൾ സഹായം ചെയ്തിട്ടുള്ള ആൾക്കാർ, നമ്മൾ ചാൻസ് മേടിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെ അവിടെ ചെന്ന് നമ്മളെ പറ്റി കുറ്റം പറയുന്നത് നമ്മൾ വേറൊരാളുടെ ഇതിൽ നമ്മളെ കേട്ടോണ്ടിരിക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അവരവരെ കാര്യം നോക്കി ഇരിക്കണതാണ് ഏറ്റവും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൊതുവെ സിനിമ ഇൻഡസ്ട്രിയിൽ പലരും കഴിവുകൊണ്ടും പലരും ബന്ധം കൊണ്ട് വരുവാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ന്യൂസുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ശരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ വേണ്ടത് ബന്ധം കൊണ്ടുള്ള ഒരു ഇതാണോ അതോ കഴിവാണോ? ബന്ധം വേണം. ബന്ധമില്ലാതെ നമുക്ക് ഞാൻ അഭിലാഷായിട്ട് എനിക്ക് ആദർശ് ഒരു വർക്ക് തുടങ്ങുകയാണെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. ബന്ധമാണെങ്കിൽ എനിക്ക് അതൊരു ചാൻസ് വേണമെന്ന് പറഞ്ഞാൽ ബന്ധമില്ലെങ്കിൽ നോക്കട്ടെ. കഴിവുകൊണ്ട് ഉണ്ടാവില്ല എന്നാണോ? ഇപ്പൊ ഞങ്ങള് ഇപ്പൊ വിനീതും പോയിട്ടുണ്ടാവും ഓഡീഷന്. ഞാൻ ഒത്തിരി ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ നമുക്ക് ഓഡീഷൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ബന്ധങ്ങൾ വെച്ച് നമുക്ക് വർക്ക് കിട്ടുന്നതുകൊണ്ട് ഞാനൊക്കെ പോയ പേര് പറയുന്നില്ല. ചിലപ്പോൾ അതൊക്കെ അവർ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യണോണ്ട് പേര് പറയുന്നില്ല. ഇവരുടെ പ്രതീക്ഷയോടെ അവരെ സാറേ 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 എന്ന് വിളിച്ചിട്ട് ബാക്കിയത് അതുപോലെ വിളിക്കേണ്ടി. കാരണം
ഇയാളുണ്ട് പടത്തില്, ഇയാളുണ്ട് എന്ന് പറഞ്ഞ ആ രീതിയിൽ പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല എന്ന് വെച്ചാൽ വെറുതെ പറഞ്ഞതാണ്. കാരണം അവർ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ കുറെ ലേഡീസിന്റെ ഉണ്ടെങ്കിൽ അവരെ ക്യാൻവാസ് ചെയ്യും, പിന്നെ കുറച്ച് പൈസ ഉള്ളവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് പറയും പിന്നെ പൈസ മുടക്കണം. അല്ല ഒരു പയ്യനെ എന്റെ അടുത്ത് പറഞ്ഞ കാരണം വലിയൊരു മഹാനായിരുന്ന നടൻ. അല്ല പയ്യനല്ല, ഇപ്പൊ അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ പയ്യനല്ലെന്നേ. ആലുവയിലൊക്കെ നമുക്ക് ആലുവയിൽ ഒരു സിനിമയുടെ ഓഡീഷൻ വെച്ചിട്ട് നമ്മൾ പോയി പെർഫോം ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് വാട്സാപ്പിൽ വോയിസ് ഇട്ടേക്കാണ്, ഇതിനകത്ത് പാർട്ണർഷിപ്പ് ആവും 25 ലക്ഷം രൂപ മുടക്കാം. അങ്ങനെ കുറെ സ്കാമുകൾ നടക്കുന്നുണ്ടല്ലേ. ഇതൊരു ബിസിനസ് ആയിട്ട് മാറ്റിയേക്കുവാണ്. ഒരുപാട് ആൾക്കാരെ സ്കാം ചെയ്യാൻ ഒരുപാട് എനിക്കും അങ്ങോട്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു ഒരു സങ്കടം പറയാനുണ്ട് കേട്ടോ. അന്ന് ഞാനൊന്ന് ആദർശനോടായിട്ട് പറയാം. എനിക്ക് ഇപ്പൊ ഒരു പേടി തട്ടിയേക്കുവാണ് എനിക്ക്. കാരണം ഞാനിപ്പോ വെളിയിൽ ഇറങ്ങി ഇറങ്ങണം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞല്ലോ, അപ്പൊ എന്നോട് ചോദിച്ചില്ല പെരേര എന്തെന്ന് ചോദിച്ചില്ല, ഇയാളും ചോദിച്ചല്ലോ, വിനിയും ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയെ കാണാണ്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നോണ്ടിരിക്കുന്നത്. മുംബൈയിൽ വരാണ്ട് ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇവിടെ പ്ലാൻ ചെയ്തെന്താ ഇവിടെ എന്ന് പറഞ്ഞാൽ പുള്ളി കണ്ടെത്തില്ല. പുള്ളി ഇപ്പൊ എനിക്ക് വേണ്ടി ഒരു ആയുധമൊക്കെ മറന്നു വെച്ചു, എവിടെ കൊണ്ടാലും വെട്ടുമെന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം ഞാൻ പുള്ളിയെ നന്മയ്ക്ക് വേണ്ടിയാണ് അന്ന് ഞാൻ അത് ആ ഒരു കാര്യം പറഞ്ഞത്. കാരണം എനിക്ക് വേണ്ട അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനും വിഷ്ണു കൊച്ചിക്കാരനും നിൽക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വന്നേക്കാണ് പെരേരയ്ക്ക് മെസ്സേജ് വന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ എവിടെ ചേട്ടാ, ഞാൻ ടോൾ ജംഗ്ഷനിൽ കാത്തു നിൽക്കുവാന്ന് പറഞ്ഞു. ടോൾ ജംഗ്ഷനിലെ കാത്തു നിൽക്കുവാന്ന് പറഞ്ഞു. ടോൾ ജംഗ്ഷനിൽ കാത്തു നിൽക്കുവാന്ന് പറയുമ്പോൾ ഞാനും പുറകെ ഓടി പെരേരയുടെ. ആ പെണ്ണിനെ ഒന്ന് കണ്ട ഒരു സെൽഫി എടുക്കാനെന്ന് പറഞ്ഞ് ഞാനും ഓടി, വിഷ്ണു കൊച്ചിക്കാരനോടി. അവിടെ എത്തുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു മനുഷ്യൻ പോലില്ല. പിന്നീട് ഞാൻ പറയടാ ചുമ്മാ ആരെങ്കിലും കളിയാക്കണാണെന്ന് പറയും. ഇല്ല കേട്ടോ പെണ്ണ് തന്നെ, ചേട്ടൻ വാ ഒരു ഫോട്ടോ എടുക്കാന്ന് പറയും. നോക്കിയപ്പോൾ മെസ്സേജ് നോക്കി ഞങ്ങൾ പറ്റിച്ചാന്ന് പറയും. ഞാൻ എൻ്റെ ഒരു ബാബു എന്ന് പറഞ്ഞ ഒരു കളിയാക്കലേ. അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ പഠിച്ചിരുന്നു. അപ്പൊ അവനെ പറ്റിച്ചോണ്ടിരിക്കുക. ഇപ്പൊ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ഒരു മോഡല് ഒരു പെൺകൊച്ചിനെ കാണിച്ച് തന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ് നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ ആ മോഡലിന്റെ ഫോട്ടോ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു, പെരേര നിന്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയും തീരുമാനിക്കുന്ന കല്യാണം നടക്കുള്ളൂ ഞാൻ പറഞ്ഞു. ഇപ്പൊ പുള്ളിക്കുണ്ടല്ലോ എന്നെ കണ്ട എവിടെ വെച്ച് കണ്ടാലും ഇടിക്കുന്നുള്ള രീതി നടക്കുവാണ്. അതാണ് പെരേര എന്ന് വെച്ചില്ലേ. കാരണം പുള്ളി കളരി, കരാട്ടെ, ഗുംബു, കളരിപ്പയറ്റ്, അങ്ങനെ എല്ലാ സാധനം പുള്ളിക്ക് അറിയാം. ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് എന്റെ പൊന്നോട് ഞാൻ വിറച്ചു എന്ന് ഉറങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഭീഷണി പടത്തില്. നാളെ ചേട്ടൻ കാണരുത്, കണ്ടുണ്ടല്ലോ തലയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എന്റെ പേടി എനിക്കുണ്ട്. ഇയാള് ജിമ്മായോണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോ എല്ലാവരും പറഞ്ഞു ഞാൻ ബോഡി ഗാർഡിനെ വെക്കാൻ പോവാ, ഇദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് ആക്കാൻ പോവാ. കാരണം ഫൈറ്റ് എവിടെ നിന്ന് വന്നെന്ന് അറിയാമല്ലോ. ഞാനിങ്ങനെ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം, നിങ്ങൾ കണ്ടു കാണും. അവിടുന്ന് പുറകിൽ നിന്നാണ് വെട്ട് വന്നേന്ന് അറിയാൻ പാടില്ല. ആ രീതിയിലാണ്. കാരണം പെരേരയുടെ ഓരോ വാക്കുണ്ടല്ലോ ഭയങ്കര ശക്തിയാണ്. ചേട്ടനെ മുമ്പിൽ കണ്ടായിരുന്നു. ആദ്യമേ പുള്ളി കണ്ടെടുത്തു. ആദ്യമേ പുള്ളി പറഞ്ഞാൽ മാന്യമായിട്ട് പറഞ്ഞ ചേട്ടനെ പോലെ നിന്നാ കല്യാണം നടത്തി തന്നെ. ഇന്നാളെ ഒരു ദിവസം പറയാം, ഞാൻ പറയാം അതൊക്കെ ഫേക്കാണ്, അങ്ങനെ പെണ്ണുമില്ല കോപ്പുമില്ല എന്ന് പറയാം. ചേട്ടൻ കല്യാണത്തിൽ നിന്ന് വരണ്ടാന്ന്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തെങ്കിലും അപകടം വരും എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ് വിട്ടു എന്നു അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞേക്കണം കേട്ടോ. അവന്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ 1.5 ഫൈറ്റാന്ന് പറഞ്ഞത്. തലയടിച്ച് തെറിപ്പിക്കുന്നതാണ് പറഞ്ഞത് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ. പെരേര ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ എന്നെ കൊല്ലാനായിട്ട് കിടക്കുന്നത്? ഇനി എനിക്ക് എന്നെ വിനീതം ബാധിക്കും. അല്ല നിങ്ങളെ ഇപ്പൊ ബോഡി ഗാർഡായിട്ട് ഞാൻ ഇവരെ നിയമിച്ചേക്കുക സത്യം പറഞ്ഞു. പിന്നെ കുറെ ആൾക്കാർ കഴിഞ്ഞ ദിവസം നമ്മുടെ മാസ്റ്റിക്കുള്ള ഒരു വീഡിയോ ഇട്ടപ്പോ കമന്റ് ഇട്ടേക്കുക. ഞാൻ എന്റെ കൂട്ടുകാരനെ കുറിച്ചല്ലേ പറഞ്ഞേ, സുമേഷ് കുട്ലക്കിനെ കുറിച്ച്. അവനെ കുറിച്ച് ഇപ്പൊ ഞാനത് കോമഡി ആയിട്ട് പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറയാം. എന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയാണ് മുടി വെട്ടിയെന്നൊക്കെ ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അതിൽ ചെറിയ കമന്റ് വന്ന് 4 ദിവസം കഴിയുമ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോരും. ഞാൻ പറഞ്ഞു 1ാം ദിവസം തന്നെ ഇറങ്ങിപ്പോരും അതിൽ വന്നു കഴിഞ്ഞാൽ എന്നാൽ ഞാനും തിരിച്ചു പറഞ്ഞു. അപ്പം ഈ മുടിയും താടിയൊക്കെ വെട്ടാൻ കാരണം ഒരു ദിവസം എന്നെ പച്ചത്തറി വിളിച്ചു സുമേഷ്, നിനക്ക് നാണാവില്ലടാ ഇങ്ങനെയുള്ള സാധനമൊക്കെ കെട്ടി നടക്കാന്ന് പറഞ്ഞു. പുഷ്പ ചെയ്തില്ലേ, പുഷ്പ എന്ന് പറഞ്ഞ സാധനം ചെയ്തില്ല, പക്ഷെ ബോറായി പോയി. പക്ഷെ അത് ചെയ്തതിന്റെ ഫലം ഉണ്ടായി. ആ സാധനം എടുത്ത് ഇപ്പൊ കോമഡി ഉത്സവത്തിൽ അവന്മാർ കണ്ടന്റ് ആക്കി എന്റെ പേര് പറഞ്ഞാണ്. അപ്പൊ അതും നല്ലതാണ്, അനുബ്ലോഗ് അതിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല. അപ്പൊ സുമേഷ് എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് മിമിക്രിക്ക് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ടാണ് സുമേഷ് കുട്ലക്ക്. ഇതിനോടൊപ്പം തന്നെയുള്ള അമീറ പടത്തിൽ വില്ലൻ, ചോല ബിസ്കി, കോളനി എന്ന് പറഞ്ഞ മാസ്റ്റർ മനാപാതിനാണ് എന്നോട് അഭിനയിച്ച ആളാണ്, അറിയാലോ. അപ്പൊ സുമേഷിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ അവനെ ഇതായിട്ട് പറഞ്ഞാൽ എന്റെ നല്ല സുഹൃത്ത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജ്യേഷ്ഠനാണ്, കാരണം പ്രായം കൊണ്ട് മൂത്താണെങ്കിൽ നമ്മൾ പേര് വിളിക്കുന്ന ഒരു സൗഹൃദം കൊണ്ട് വിളിക്കുന്ന കേട്ടോ. അപ്പൊ സുമേഷ് കുട്ലക്ക് എന്റെ കൂടെ പ്രോഗ്രാമിനും ഈ അടുത്ത കാലം തൊട്ട് പുള്ളി പരിപാടിക്ക് വരുന്നില്ല. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഞാനും മാഹിൻ മൂവാറ്റിനെ മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രോഗ്രാമിന്. സുമേഷ് സ്ഥാനത്ത് ഇപ്പൊ മാഹിനെ വെച്ചിരിക്കുകയാണ്. കുട്ലക്ക് വിഷയം ഇപ്പോൾ നടത്തുന്നത് ഞങ്ങളാണ്. അപ്പം വരാത്ത വേറെ ഒന്നും അല്ല, കാരണം ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇതായിട്ട് നിൽക്കണോണ്ട് അവനത് കണ്ടപ്പോൾ ഒരു സങ്കടം കൊണ്ടാണ് അവൻ പറഞ്ഞടാ
നീ ഒറ്റയ്ക്ക് പരിപാടി ചെയ്താൽ മതി. സ്റ്റുഡിയോ ഉള്ള മാഹിനാണോ? സ്റ്റുഡിയോ അല്ലല്ല, മാഹിന്നൊരു തടിയല്ലേ പാട്ട് പറഞ്ഞ മാഹിൻ കുര്യമ്മല, മാഹിൻ മുരരാന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. പെരേരയുടെ കുത്തിന് പിടിച്ചില്ല 1 ലക്ഷം താളാന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പൊ എനിക്കൊന്നും പറയാനുള്ളൂ, സുമേഷ് കുള്ളൊക്കെ എന്റെ നല്ലൊരു സുഹൃത്ത് തന്നെയാണ്. ഇപ്പൊ ആരും എന്തൊക്കെ പറഞ്ഞാലും, കാരണം എന്റെ നന്മ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അവൻ കാരണമാണ് ഈ കോമഡി ഉത്സവത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ. എന്നെ എന്തെങ്കിലും ആക്കി തീർക്കണം. സോണറ്റ് രാമപുരം എന്ന് പറഞ്ഞൊരു പയ്യനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അതിലൂടെ ശരത് ആലപ്പിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാനും സുമേഷുമാണ് കോമഡി ഉത്സവത്തിൽ പോയി 1 കോടിയിൽ എത്താനൊക്കെ എന്നൊരു പ്രചോദനം. നീ വരൂടാന്ന് പറയും. അപ്പം ഒരു 10 തവണ എന്ന് പറഞ്ഞു നോക്കിക്കുക നമ്മള്. ഞാൻ വീട്ടിലിരുന്ന് പറഞ്ഞു 1 കോടി കണ്ടിട്ട് ഈ പരിപാടിയിൽ ഞാൻ വന്നായിരുന്നെങ്കിലോ എന്ന് വെച്ചു. അപ്പൊ വീട്ടിൽ പുച്ഛം. പിന്നെ 1 കോടിയിൽ നിങ്ങൾ വിളിക്കുകയല്ലേ എന്ന്. 3-ാമത്തെ ദിവസം ഒരു കോള് വരിക, ഹലോ നാളത്തെ ഷൂട്ടാന്ന് 1 കോടിയിൽ 1 കോടി ഷൂട്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ ആക്ടിങ് മാറ്റി. അപ്പൊ കളിയാക്കണേന്ന് നിർത്തി. ഞാനിങ്ങനെ അതല്ലേ എപ്പോഴാണോ വരണ്ടേ ആ സാധനം കടിച്ചു. വരാലോ എല്ലാം കഴിഞ്ഞ് ഇത് ഏത് പന്നിയാ വല്ല ഗ്രൂപ്പിലെ ആളാണെന്ന് പറയാൻ വേണ്ടി സേവ് ചെയ്തിപ്പോ ഫ്ലവേഴ്സിന് പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാം. എന്താ അഭിലാഷ്? അല്ല സാറേ ചൊവ്വാഴ്ച ഓക്കെ അല്ലേ? അതെ എന്താ അഭിലാഷ് കൊണ്ട് കുഴപ്പമുണ്ടോ? അല്ല അന്ന് ഞാൻ വേറെ പരിപാടി ഉണ്ട്, അത് മാറ്റാൻ വേണ്ടിയാ. ഓക്കെ ചൊവ്വാഴ്ച ഷൂട്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചത് ആരാണ് ഇത്, എന്താണ് എങ്ങനെ സംഭവിച്ചെന്ന് ഒരു പെടുത്തുക. അത് കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ചെന്നപ്പോ അതിന്റെ ഡയറക്ടർ പറഞ്ഞു മലയാള മനോരമ പത്രം. ദൈവമേ, എന്നെ കുറിച്ചൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നോട്ടീസ് വിതരണം ചെയ്യണേ, പത്രങ്ങളോട് നോട്ടീസ് കൊടുക്കുന്ന ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ടാവും. അതില് പാട്ട് പാടണ ചാരിറ്റിയുടെ ഇതൊക്കെ. പിന്നെ ആലുവയിൽ ഞാൻ ശിവരാത്രിയുടെ അന്ന് ഒരു പേഷ്യൻസിന് വേണ്ടി പാടുക, അതിന് വീഡിയോ ഒക്കെ വന്നിരുന്നു. അങ്ങനെ വൈറലായി. അപ്പൊ അങ്ങനെയാണ് വിളിച്ചത്. അപ്പൊ ഒരു നിമിത്തമാണ്. 10 തവണ പറഞ്ഞു നോക്കിക്ക് കളി. ബിനി 10 തവണ പറഞ്ഞു നോക്കിക്ക്. നാവിന്റെ തുമ്പയിൽ ഗുളികൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചിലവര് പോസ്റ്റ് മോളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇനി തിരിച്ചുണ്ടാവും തോന്നുള്ളതെന്ന് പറയുമ്പോ വ്യത്യാസം എത്ര വരെ കണ്ടെന്നില്ല. പുള്ളി മരിച്ചു പോയെന്ന് കേൾക്കണത്. എന്റെ വീടിനടുത്തുള്ള ചേട്ടൻ പോസ്റ്റ് ഇട്ടൊക്കെ പറഞ്ഞു, ഞാൻ എന്റെ അവസ്ഥ മാറിപ്പോയിട്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അതിന് തിരിച്ചു വരുമെന്ന് അറിയില്ല എന്നൊരു പോസ്റ്റ്. പിറ്റേ ദിവസമല്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി മരിച്ചു പോയെന്ന് പറഞ്ഞു. ചില നാക്ക് ചില പയ്യന്മാര് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോ ചിലവര് പറഞ്ഞു കേട്ടില്ല എന്നാ പോക്കടാവെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും ആരും ഓടിക്കരുത്. ചില നാക്ക് വലിക്കും. ഔട്ട് ഓഫ് ടോപ്പിക് ആവുന്നുണ്ട് അല്ലേ? നമുക്ക് ഔട്ട് ഓഫ് ടോപ്പിക് ആവില്ലേ സിനിമയുടെ ഓക്കെ. ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സത്യമല്ലെന്ന് ഞാൻ ചോദിച്ചത്. ചില നാക്കുകളിൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ചതല്ലാണ്, ഞാൻ പറഞ്ഞില്ല. ചില നാക്കുകളോട് പറയുമ്പോ ചില സംഭവിക്കും. ചില പറയും നീ നാളെ നല്ല നടനാവും, നല്ലൊരു നടിയാവുന്ന 10 തവണ പറഞ്ഞു ചിലപ്പോ നമ്മൾ അങ്ങനെ കയറി പോകും. അല്ല അതാണ് ഞാൻ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സഹോദരന്മാരൊക്കെ സ്പീഡ് കുറച്ച് ഓടിക്കുക. പോകുമ്പോ നമ്മളാലും പറയും എന്നാ ഓടിക്കണോ ഇവൻ ചാവാൻ പോവാണോ അല്ല തീർച്ചയായും പറഞ്ഞു പോയില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇതില് വേറെ വിഷയത്തിലേക്ക് ഇത് നമ്മൾ നല്ലതാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? നല്ലതാണ് പറഞ്ഞത്. വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയുള്ള സാധനമാണ്. ചില സമയത്ത് എങ്ങനെ 9:45 പോണത് നമ്മൾ 9:45 5 മിനിറ്റ് മുമ്പാണ് നമ്മൾ ഇറങ്ങുള്ളൂ. എന്താ കാര്യം? വണ്ടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ 8 മണിക്ക് ബസ് കയറി ചെല്ലും, ഒരു അപകടം കൂടാണ്ട് ചെല്ലും. ബൈക്ക് ഉണ്ടല്ലോ, സ്പീഡിന് പോവാം. അല്ലെങ്കിൽ 9 മണിക്ക് ഇറങ്ങിയാൽ ഇത്ര ഉണ്ടാവില്ല. അതൊക്കെയാണ് സംഭവിക്കുന്നത്. ഞാൻ ഇതായിട്ട് പറഞ്ഞോട്ടാ, ഈ വാഹനങ്ങൾ ഓടിച്ച് ഒരുപാട് അപകടങ്ങളെ ഒന്നും ചെയ്യാത്ത പാവങ്ങളൊക്കെ മരിച്ചു പോകുന്നുണ്ട് റോട്ടിൽ കൂടെ പോണവരൊക്കെ. അതുകൊണ്ട് പറഞ്ഞാണ്, അല്ലാണ്ട് തെറ്റായിട്ട് ഇതില് വേറെ ഇതിലേക്ക് ഉണ്ടാകുന്നതല്ല. എന്തായാലും തയ്യൽ മെഷീൻ ഗംഭീരമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അല്ലെ.